ശാന്തി കാണുവാൻ കണ്ണിനാകേണമേ. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ. സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ. ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി ഇതാ പൊന്നോണ വരവായി. നമ്മൾ ഇത്രയും കാലം ആഘോഷിച്ചിരുന്ന തരത്തിലുള്ള ഒരു ഓണമല്ല ഈ പ്രാവശ്യത്തേത്. COVID-19 എന്ന മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കുന്നതിനായി സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന തരത്തിലുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചു വേണം ഈ വർഷത്തെ ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ അതിഗംഭീരമായ ഒരു ഓണാഘോഷമാണ് ഈ വർഷവും സെന്റ് ശാന്താൾ സ്കൂൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നത് ഓൺലൈൻ ഓണമാണ്. ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏവരെയും ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ്. ആദ്യം തന്നെ ഈ കൊറോണ കാലത്തും കുട്ടികളുടെ സന്തോഷത്തിനായി അശ്രാന്തം പരിശ്രമിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ മിനി പുതുമനയെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും, അത് ഉത്സവങ്ങളായാലും പഠിത്തമായാലും നമുക്ക് പിന്തുണ നൽകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിയ സെബാസ്റ്റിനെയും മാനേജർ സിസ്റ്റർ സിൽവി ഞായർകുളത്തെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെയും അനധ്യാപകരെയും എന്റെ സ്നേഹം നിറഞ്ഞ സഹപാഠികളെയും ഞാൻ സെന്റ് ശാന്താൾ സ്കൂളിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയിലേക്ക് എന്റെ പേരിലും സെന്റ് ശാന്താൾ സ്കൂളിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, മലയാളികൾ എന്നെന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന മധുരസ്മരണകളിൽ ഒന്നാണ് ഓണം. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഓണാഘോഷ പരിപാടികൾ മെഗാ തിരുവാതിര, ചെണ്ടമേളം, വടംവലി, ഇതൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഒട്ടും ഓർമ്മ നഷ്ടപ്പെടാതെ മധുരസ്മരണകളായി നിലകൊള്ളുന്നു. വിദേശത്തും സ്വദേശത്തും മലയാളികൾ എക്കാലവും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ഈ വർഷം നമുക്ക് സ്കൂളിൽ വച്ച് ഈ ഓണാഘോഷ പരിപാടികൾ നടത്തുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും അനില റാണി ടീച്ചറുടെയും മറ്റ് അധ്യാപകരുടെയും നേതൃത്വത്തിൽ കോർഡിനേറ്റ് ചെയ്ത ഈ ഓണാഘോഷം ഒരു മെഗാ ഷോ തന്നെയായി മാറുമെന്നതിൽ എനിക്ക് സംശയമില്ല. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഓണാവസരത്തിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന, നമ്മളേവരും ഇഷ്ടപ്പെടുന്ന ഈരടികളാണ് ഇത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈരടികൾ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത്? മഹാബലി ചക്രവർത്തിയായിരുന്ന കാലത്ത് ആ ദേശത്ത് സമാധാനവും സമത്വവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കളിയാടിയിരുന്നു. കള്ളവും വഞ്ചനയും ചതിയും ഒന്നുമില്ലാത്തൊരു ലോകം. നമ്മൾ വീണ്ടും ഈ ഓണം ആഘോഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മുടെ ഉള്ളിലുള്ള ഈ ആഗ്രഹം കൊണ്ടല്ലേ? സമാധാനവും സമത്വവും സാഹോദര്യവും നിലകൊള്ളുന്ന ഒരു ദേശം, ചതിയും വഞ്ചനയും ഒന്നുമില്ലാത്ത ഒരു ലോകം തീർച്ചയായും നാം ഏവരും ഇഷ്ടപ്പെടുന്നു. ജാതി മത ഭേദമന്യേ എല്ലാവരെയും തുല്യരായി കരുതിക്കൊണ്ട് സമത്വ ചിന്തയോടെ സാഹോദര്യത്തോടെ ഈ ഓണം ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ.
മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഹൃദയ നന്മയുടെ സമൃദ്ധിയായി ഈ ഓണം നമ്മൾ ഉണരട്ടെ. എല്ലാവർക്കും വളരാനും വലുതാകുവാനുള്ള ഒരിടം നമ്മുടെ ദേശത്ത് ഉണ്ടാകട്ടെ. എല്ലാവർക്കും സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമൃദ്ധിയുടെ ഒരു ഓണം ആശംസിക്കുന്നു. സെയിൻറ്റ് ഷന്താൾ സ്കൂൾ വെർച്വൽ ഓണാഘോഷ പരിപാടികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂക്കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാക്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂകൊണ്ട് മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിരച്ചോരി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിരച്ചോരി. പൊന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. മാരിവിൽ മാലപ്പൂന്തോപ്പിൽ മണ്ണിൽ സ്വപ്നപ്പൂമാലയിൽ പമ്പാ തീരത്തിൽ. മാരിവിൽ മാലപ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്നപ്പൂമാലയിൽ പമ്പാ തീരത്തിൽ. തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെച്ചി ചെമ്പരത്തി. പൂക്കളം പാടിടും പൂമുറ്റം തോറും നീ വരൂ പൂവാലം തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ
വരൂ പൊന്നോണത്തുമ്പി. നീ വരൂ പൊന്നോണത്തുമ്പി. Dear parents, students, teachers and my dear sisters, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നാം എല്ലാം മലയാളികളാണ്. നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഉത്സവമാണ് ഓണം. ഓണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 സവിശേഷതകളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതിൽ ആദ്യത്തേത് മലയാളികളുടെ മാത്രം സ്വന്തമായ ഏറ്റവും മലയാളീകരിക്കപ്പെട്ട ഒരാഘോഷമാണ് ഓണം. ലോകത്തിലെവിടെയും ഉള്ള മലയാളികൾക്ക് എൻ്റേതെന്ന് പൂർണ്ണമായും അവകാശപ്പെടാൻ സാധിക്കുന്ന ഏക ഉത്സവം ഓണമാണ്. 2, ജാതിമത ഭേദമന്യേ പ്രത്യേകിച്ച് യാതൊരു അജണ്ടകളുമില്ലാതെ നന്മയെ മാത്രം ആഘോഷിക്കുന്ന ഉത്സവമാണിത്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവും നന്മ ആഘോഷിക്കപ്പെടുക എന്നത് തന്നെ. 3, ഐതിഹ്യപരമായി നോക്കിയാൽ നിയമത്തിനും അച്ചടക്കത്തിനും സമ്പ്രദായങ്ങൾക്കും വിധേയമായ ഒരു കേരളം എങ്ങനെയാകണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉത്സവമാണിത്. ഈ 3 കാരണങ്ങൾ കൊണ്ടും ഇന്ന് ഈ സമൂഹത്തിന് ആവശ്യമായ ഒരു ഉത്സവം കൂടിയാണ് ഓണം. ലോകം മുഴുവൻ പടരുന്ന COVID-19 എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ തിരുവോണത്തിന് ആശങ്കകളുടെ ചിന്താഭാരമുണ്ട്. ഒപ്പം ഇതിൽ നിന്ന് കരകയറി ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ജനകോടികളുടെ പച്ചപ്പുമുണ്ട്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമൃദ്ധിയിൽ നിന്ന് ഉരുത്തിരിയുന്ന സമത്വ സുന്ദരമായ ഒരു കേരളം കെട്ടിപ്പടുക്കുന്നതിനായി പരിശ്രമിക്കാം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കളവും ചതിയുമില്ലാതെ ജീവിക്കുന്ന
നല്ല നാളുകൾ കെട്ടിപ്പടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. നമ്മൾ മാറിയാൽ ലോകം മാറും. ഓണം വെറും ഒരു ആചരണമായി മാറാതെ ഒരു ആഘോഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നന്മയുടെയുമായ ഒരു ഓണം ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നന്ദി. നിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പരനിരയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി ദൂരയിടുമലയിൽ നമുക്ക് തുഴയാനന്ദിനി തോന്നി തുഴഞ്ഞു ചെന്നാൽ കുളിച്ച് തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് പൂവേ 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 പരനിരയെ പൊന്നളക്കും പൗർണമിയായി പടിഞ്ഞാറേ പൂപ്പാടും അഴകിൻ പാൽക്കടലായി കാവളം കൈകള കാതില ചാർത്തിയില്ലേ ഓടിയൊടുത്തില്ലേ കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവള കാതില ചാർത്തിയില്ലേ ഓടിയൊടുത്തില്ലേ കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിരു പെറുക്കിലേ കൊച്ചോലക്കുടിലിൻ മുന്നിൽ കളം മെനഞ്ഞിലേ പൂക്കളം മെനഞ്ഞിലേ പരനിരയെ പൊന്നളക്കും പൗർണമിയായി പടിഞ്ഞാറേ പൂപ്പാടും അഴകിൻ പാൽക്കടലായി ഒരാവണിക്കാറ്റേ അന്നലൊന്നാടില്ലേ അലസം പാടില്ലേ പൂച്ചെപ്പിലൊളിക്കുമൊരാ മണിക്കാറ്റേ അന്നലൊന്നാടില്ലേ അലസം പാടില്ലേ നക്ഷത്രങ്ങൾ തിങ്കു കൊടുത്തില്ലേ പൊന്നാരൻ കണ്ടം നടുവാൻ ഞാറ്റടി കിട്ടിയിലേ പൊന്നാറ്റടി കിട്ടിയിലേ പരനിരയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി ദൂരയിടുമലയിൽ നമുക്ക് തുഴയാനം തോന്നി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്
നമസ്കാരം. വളരെ വ്യത്യസ്തമായ രീതിയിൽ കേരളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ വ്യത്യസ്തമായ 2020 ഓണാഘോഷത്തിന് സെൻറ്റ് ഷാൻഡാൽ കുടുംബത്തിനും അധ്യാപക സുഹൃത്തുക്കൾക്കും അനധ്യാപക സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രിയങ്കരായ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ ഓണാശംസ. കുട്ടനാടൻ പുഞ്ചയിലെ തേതേതും കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തിത്താറാ തേ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താറാ തിത്തിത്തേ തിത്തേ തകതേതും തിത്തിത്താറാ തിത്തിത്തേ തിത്തേ തകതേതും പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി ഉറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർക്കാലെ പുറപ്പെടാം അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം കുട്ടനാടൻ പുഞ്ചയിലെ തകതേതോ കൊച്ചു പെണ്ണെ കോയിലാളെ തിത്തിത്താരാ തേ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതോ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതോ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പടിഞ്ഞാറേ പൂപ്പാടും അഴകിൻ പാൽക്കടലായി പരനിറയെ പൊന്നിളക്കും പൗർണമിരാവായി. പടിഞ്ഞാറേ പൂപ്പാടും അഴകിൻ പാൽക്കടലായി നുരയിടുമലയിൽ നമുക്ക് തുഴയാനമ്പിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്.
എല്ലാവർക്കും നമസ്കാരം. ഇത് ഓണക്കാലം. വീട്ടുമുറ്റത്ത് പൂക്കളമിട്ടും ഓണത്തിനായുള്ള മറ്റൊരുക്കങ്ങളിലൂടെയും മലയാളികളുടെ മനസ്സിൽ മുഴുവൻ ആഘോഷങ്ങളുടെ ആരവം ഉയരുന്ന കാലം. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷമാണ് ഓണം. കേരള നാടിൻ്റെ സംസ്കാരത്തിൻ്റെ മഹോത്സവം. കേരളീയർക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷമാണ് എന്നും ഓണം. എന്നാൽ അസാധാരണ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മലയാളി ഏറെ ജാഗ്രതയോടെ വേണം ഈ ഓണക്കാലം ആഘോഷിക്കാൻ. നിങ്ങൾക്കറിയാം, ഇത് കോവിഡ് മഹാമാരിയുടെ കാലം കൂടിയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും സാമൂഹിക അകലം ഉറപ്പുവരുത്തിയും ലളിതമായ ആഘോഷങ്ങളോടെയാണ് മലയാളികൾ ഇത്തവണ ഓണത്തിനായി ഒരുങ്ങുന്നത്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും നല്ലൊരു നാളേക്കായുള്ള പ്രതീക്ഷയോടെയും ഏവർക്കും സെൻറ് ഷന്തൽ സ്കൂളിൻ്റെയും ഞങ്ങൾ ഓരോ സ്റ്റാഫ് അംഗങ്ങളുടെയും ഐശ്വര്യപൂർണമായ ഓണാശംസകൾ. അതെ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്താ സെൻറ് ഷാന്തലിന്റെ ഓണവിഭവങ്ങൾ! കുഞ്ഞുങ്ങളും അധ്യാപകരും ചേർന്നുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണശബളമായ ഈ സ്വീകരണം നമ്മെ സന്തോഷഭരിതനാക്കി. ഈ വർഷം കുറച്ചു നേരത്തെ നാം നാടു കാണാൻ ഇറങ്ങി. കാരണം ദേവർഷി നാരദർ വന്നറിയിച്ചു, കേരളം കഴിഞ്ഞ വർഷത്തേക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണിന്ന്. 7 ദിവസമെങ്കിലും ക്വാറന്റൈനിൽ കിടക്കണമെന്നത്രേ. ഞാൻ ഈ വർഷം ഇങ്ങോട്ട് വരണ്ടെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ എന്നെ കാത്തിരിക്കുന്ന സെൻറ് ഷാന്താൾ, അതുകൊണ്ട് മാത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം എന്തെല്ലാം അനുഭവിച്ചു. ക്വാറന്റൈനിൽ കിടന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോഴോ എൻ്റെ ആഭരണങ്ങൾ കണ്ട് കസ്റ്റംസ് എന്തോ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് പിന്തുടരുന്നു. നമുക്കൊന്നും മനസ്സിലായില്ല. ഈ വൈറസിനെ തടുക്കാൻ ഞാനും മാസ്കും സോപ്പും ഗ്യാപ്പും പാലിക്കുന്നു. അതാണ് ഞാൻ ഇങ്ങോട്ട് മാറി നിന്നത്. പതിവ് പോലെ ഞാൻ ആദ്യം കാണാൻ ചെന്നത് നമ്മെ പാതാളത്തേക്ക് ചവിട്ടിത്താഴ്ത്തിയ ആളുടെ അടുത്താണ്, പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടുത്തെ പൂജാരി എനിക്ക് തീർത്ഥം തന്നു. ഞാൻ കുടിക്കാൻ തുടങ്ങുമ്പോൾ എന്നെ തടഞ്ഞിട്ട് പറഞ്ഞു, അത് കൈകളിൽ തേക്കാനുള്ള സാനിറ്റൈസറാണ്. എന്താ കാലം! ഇനി പാതാളത്തിൽ ചെന്നാൽ അവിടെയും ക്വാറന്റൈനിൽ കിടക്കണമത്രേ. അതിൽ നമുക്ക് സങ്കടമില്ല. ഇന്നത്തെ കേരളം നമ്മെ വളരെയധികം ദുഃഖിപ്പിക്കുന്നു. രോഗികളും മരണവും ദാരിദ്ര്യവും ദുഃഖവും കള്ളവും ചതിയും കൊലപാതകവും എന്നുവേണ്ട എല്ലാം ഉണ്ടിവിടെ. ഇതിനൊരു ആശ്വാസം ഈ വിദ്യാലയമാണ്. ഇവിടുത്തെ സിസ്റ്റർമാരോടും അധ്യാപകരോടും കുട്ടികളോടും ഒത്തുള്ള ഓണം നമ്മുടെ കണ്ണും കാതും മനസ്സും വയറും നിറച്ചു. ഒരു നിമിഷം നാം വാണിരുന്ന ആ നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ നമ്മിലുണ്ടാക്കി. ശരി, ഇനി നാം മടങ്ങട്ടെ. വീണ്ടും കാണാം. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. അടുത്ത വർഷവും നാം തീർച്ചയായും ഇവിടെ വരും. അടുത്ത വർഷവും നാം ഉറപ്പായിട്ടും നിങ്ങളെ കാണാൻ ഇവിടെ വരും. നമസ്കാരം. ബഹുമാനപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മിനി, നമ്മുടെ സ്കൂൾ മാനേജർ റവറൻഡ് സിസ്റ്റർ സിൽവി, നമ്മുടെ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ലിയ സിസ്റ്റർ, മറ്റു സിസ്റ്റേഴ്സ്, അധ്യാപകരെ, അനധ്യാപകരെ, രക്ഷാകർത്താക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഓണപരിപാടിയെല്ലാം നിങ്ങൾ കണ്ട് ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. കണ്ടല്ലോ അല്ലേ? നല്ലതല്ലേ? എല്ലാവരുടെയും മുഖം നല്ല പ്രസന്നമായിട്ടിരിക്കുന്നത് ഞാൻ ഭാവനയെ കാണുന്നു. എന്തായാലും എന്ത് പറയാനായിട്ട്, ഈ പ്രാവശ്യത്തെ ഓണം ഇങ്ങനെ ആവാനാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ഓൺലൈൻ ഓണം നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ നമുക്ക് നമ്മുടെ സ്കൂളിൽ വന്ന് ആഘോഷിക്കാൻ നമുക്ക് സാധിച്ചില്ല. വീട്ടിൽ, അതായത് നമ്മുടെ സർക്കാർ നിഷ്കർഷിച്ച പോലെ സ്കൂളിൽ വീട്ടിൽ തന്നെയായിരുന്നല്ലോ ഓണം അല്ലേ? അപ്പോൾ അത്തരം ഓണങ്ങൾ നമുക്ക് കിട്ടി എന്നുള്ളതിൽ സന്തോഷം. അപ്പോൾ ഈ ഓണപരിപാടികൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ അല്ലേ? ഓൺലൈൻ ഭക്ഷണം, ഓൺലൈൻ പഠനം, ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും, ഷോപ്പിങ് അല്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ഓൺലൈൻ ആഘോഷവും.
അതിന് കുറേ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടി ഉള്ളതുകൊണ്ട് ഏറെക്കുറെ നല്ലതാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതിൽ നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ ഏവർക്കും പ്രിയങ്കരിയായ നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ മിനി സിസ്റ്ററിനാണ്. കാരണം ഈ ഒരു പരിപാടിയുടെ ദൗത്യം ഞാൻ ഉൾപ്പെടുന്ന ഒരു ടീമിന് സിസ്റ്റർ വളരെ വിശ്വാസത്തോടെ തന്നു എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറെക്കുറെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം കാണിച്ച നമ്മുടെ മിനി സിസ്റ്ററിന് ഞാൻ എൻ്റെ സ്വന്തം പേരിലും സ്കൂളിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ സ്കൂൾ മാനേജറിനാണ്. നമ്മുടെ ഏതുവിധ പരിപാടിയായാലും നമ്മോടൊപ്പം നിലകൊള്ളുന്ന, ഇന്നും എന്നും നിലകൊണ്ടിരുന്ന നമ്മുടെ മാനേജർ സിസ്റ്ററിനും അതുപോലെ ലിയ സിസ്റ്റർ, നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ലിയ സിസ്റ്ററിനും ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അത് കഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നത് നിങ്ങൾ രക്ഷകർത്താക്കൾക്കാണ്. കാരണം എന്ത് മനോഹരമായിട്ടാണ് നമുക്ക് ഓണത്തിനെക്കുറിച്ചുള്ള ഒരു പരിപാടി നടത്തണം എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വിട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിലധികം നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്ത് ഭംഗിയായിട്ടാണ് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ KG സെക്ഷൻ മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് കുഞ്ഞുങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സന്തോഷവും. അപ്പോൾ കുഞ്ഞുങ്ങളെ അതേ രീതിയിൽ സജ്ജരാക്കാൻ വേണ്ടി അതിനുള്ള ഒരുക്കങ്ങളും അതുവേണ്ടിയുള്ള വീഡിയോകളൊക്കെ എടുക്കാനായിട്ട് നിങ്ങൾ നല്ല പ്രയത്നിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ സ്വന്തം പേരിലും മാനേജ്മെൻറ്റിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ PTA പ്രസിഡൻറ്റ് കിട്ടിയ അവസരത്തിൽ നമുക്ക് ഓണാവസരം അതായത് ഓണ ആശംസകൾ നേരാനായിട്ട് അദ്ദേഹം സമയം കണ്ടെത്തി. അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്വന്തം പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത നന്ദി പറയുന്നത് നമ്മുടെ അധ്യാപകർക്കാണ്. അധ്യാപകർ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ നമ്മുടെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം കൂടണം എന്നുള്ളൊരാഗ്രഹം വെച്ചു. കുട്ടികളുടെ എല്ലാം റോൾ മോഡലായ അധ്യാപകരെല്ലാം തന്നെ അവരുടെ വീട്ടിലെ ഓണം നമുക്കായിട്ട് കാഴ്ചവെച്ചു. നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ, എല്ലാവരും അടിച്ചു പൊളിക്കുന്നത്. അതുപോലെ സിസ്റ്റേഴ്സും. അപ്പോൾ അങ്ങനെ ഒത്തൊരുമയോടുള്ള കൂടെയുള്ള ഒരു ഓണം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ആ എല്ലാ അധ്യാപകരെയും നമ്മൾ നന്ദിയോടെ ഈ സമയം സ്മരിക്കുന്നു. എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് എന്നോടൊപ്പം നിന്ന ഒരു വിഭാഗം ടീച്ചേഴ്സുണ്ട്. നമ്മുടെ ആർട്ട് ടീച്ചർ സോണിയ, മ്യൂസിക് ടീച്ചർ അർച്ചന, ശാലിനി ടീച്ചർ KG സെക്ഷനിലെയാണ്, ദീപ ടീച്ചർ ഹിന്ദി, അതുപോലെ രശ്മി കൃഷ്ണ, പുള്ളി നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറിയാണ്, നമ്മുടെ അതുപോലെ തന്നെ SS ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവർ എല്ലാവരും ചേർന്ന് ഓരോ സെക്ഷൻ തിരിഞ്ഞ് എല്ലാ ക്ലാസ് ടീച്ചേഴ്സിനെയും വിളിച്ച് ഗൂഗിൾ വഴി ആ ഒരു പ്രയത്നം വളരെ വലുതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പ്രോഗ്രാമിന് ഇത്രയേറെ രീതിയിൽ സഹകരണം ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം സഹകരണം ഉണ്ടായത് ഈ ടീച്ചർമാരുടെ പ്രയത്നമാണ്. ഇവരാണ് ഇതിൻ്റെ ശില്പികൾ. ഇവരെ നമുക്ക് ഈ സമയം മറക്കാനാകത്തില്ല. ആ ടീച്ചേഴ്സിന് എൻ്റെ സ്വന്തം പേരിൽ ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് ഇത്തരം ബൃഹത്തും മഹത്തും മനോഹരമായ ഒരു ഓണാഘോഷം നിങ്ങളുടെ മുന്നിൽ ഇതാ വീഡിയോ രൂപത്തിലെത്തുന്നത്, ഇതിൻ്റെ പിന്നിൽ നല്ലൊരു കരവിരുതുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്കൂളിലെ പാരൻറ്റും അതുപോലെ KG സെക്ഷനിലെ ശാലിനി ടീച്ചറിൻ്റെ ഭർത്താവുമായ ശ്രീ രാജീവാണ്. ആ മഹത് വ്യക്തിക്ക് ഞാൻ എൻ്റെ സ്വന്തം പേരിലും സ്കൂളിൻ്റെ പേരിലും മാനേജ്മെൻറ്റിൻ്റെ പേരിലും അതിയായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധമായ വിശുദ്ധമായ സമാധാനത്തിൻ്റെ നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.